മച്ചന്മാരെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ ഇപ്പം സീസൺ അല്ലാത്ത ടൈമാണ്. അപ്പം അങ്ങനെ ഒരു 4-5 ദിവസത്തിന് ശേഷത്തുള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആലപ്പുഴയാണ് പോകാനുള്ളത്. പിന്നെ രാവിലെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മളവിടെ റിച്ചു ആണ് പറഞ്ഞത്. അപ്പം റിച്ചു നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ പൊണ്ടാട്ടി എന്നെ നോക്കി യാത്ര ഇരിക്കാൻ വേണ്ടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ആലപ്പുഴ പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മച്ചാൻ അപ്പർ സൈഡിൽ നിന്ന് നേരെ ഇപ്പുറത്തോട്ട് വണ്ടിയിട്ട് റിച്ച് വന്നിട്ടുണ്ട്. റിച്ച് വന്ന് സൈഡ് മൊത്തം ചെളിയാണ്. ടയർ മൊത്തം ചെളിയായിട്ട് ആ സൈഡ് മൊത്തം ചെളിയാണ്. ടയർ വൃത്തിയാക്കാൻ വേണ്ടി ആദ്യം ഗ്ലാസ്സിൽ വെള്ളം അടിച്ച് നേരെ ടയർ വൃത്തിയാക്കാൻ. ഗൈസ്, നമ്മൾ ആർട്ട് ബ്ലൂ എത്തിക്കൊണ്ടിരിക്കുന്നു. കിങ്ങിണിയാണ് നേതൃത്വത്തിൽ പോസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അകേഷണ്ണൻ കുളിക്കാൻ കൊണ്ടുവന്ന മഗ് വെച്ച് കോരി വീത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലിയോന്റെ ഷെഡ് രാവിലെ ആർട്ട് ബ്ലൂ മഗ്. കിങ്ങണി പറ, വീഡിയോ എടുത്ത് എന്തിനൊക്കെ പറയുമെന്ന് പറ. എന്ത് കാണാനിരിക്കുന്നത്? ഇത് പീസ, ഇതെന്തരി നമ്മുടെ വീതി ഫ്രണ്ടിൽ നിന്ന് പോയി. അപ്പോൾ നമ്മൾ ആളെ കയറ്റി ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റിയേട്ടാ. അപ്പോൾ 8000 രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ അടിക്കുന്നത്. നേരത്തെ 2000 രൂപ വെച്ച് മൊത്തം ടോട്ടൽ നമുക്ക് 10000 രൂപ ഡീസലാണ്. നമ്മൾ ഒരു പമ്പിൽ നിർത്തി ഫ്രഷാകാൻ വേണ്ടി ഫുഡും കഴിക്കാന്നുള്ള മൈൻഡിൽ ഏകദേശം കുട്ടിയും കഴിഞ്ഞപ്പോഴേക്കും ഒരു പമ്പിൽ നിർത്തി ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കിട്ടി. നമ്മൾ സ്ഥിരം സ്ഥലം ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇതാണ്. ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ നമ്മളെപ്പോഴും വണ്ടിയുടെ അടുത്ത് തന്നെ കാണുമല്ലോ. അങ്ങനെ നമ്മുടെ കൂടെ വലിയ ആടി തുടങ്ങിയ പാട്ടൊക്കെ പാടിയെത്തിയിട്ടുണ്ട് ഗെയ്സ്.
നമ്മൾ കൂട്ടടിക്കാൻ ഇറങ്ങി എല്ലാവരും കൂടെ ആയിട്ട് സെറ്റാണ്. ഇത് അമ്മ ഒന്നും പറയല്ല, പറ അമ്മാന്റെ കല്യാണം. അമ്പാന്റെ കല്യാണത്തിനെ കൊലപാതകമാണോ എന്ന് എനിക്ക് വെള്ളിമൂടുണ്ട്. അമ്പാന്റെ വീട് ഒരു പന്തലാണ്, മനസ്സിലായില്ല? എന്റെ ചെലവ് ഞാൻ ലോൺ എടുത്തല്ല ചെയ്യും. ഒരുപാട് വാഗ്ദാനങ്ങൾ ഇതിനു മുമ്പ് തന്നിട്ടുണ്ട്. കാരണം എനിക്ക് അതൊന്നും പ്രാവർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അവന്റെ കല്യാണം നടത്തുന്നത് നമ്മൾ നോക്കി. അവന്റെ കല്യാണം ഓരോന്നും എടുക്കട്ടെ, അപ്പൊ അമ്പാന്റെ കല്യാണം നമ്മള് മംഗളകരമായിട്ട്. പിന്നെ അന്ന് നമ്മള് മച്ചാതെ ഇപ്പം ഏകദേശം 3:45-4 മണി അടുപ്പിച്ചാവാറുണ്ട്. അങ്ങനെ ഒരുവിധം വണ്ടി ഓടിച്ചോടി ചായ കുടിക്കാനുള്ള സ്പോട്ടിലെത്തിയണം. വണ്ടി എടുക്കണതെല്ലാം കട്ട് ചെയ്താൽ മെനക്കണം. ഞാനും അവന് മാത്രമേ ഉള്ളൂ. കൂടുതലും കുറേ ചെറിയ വീഡിയോസ് എടുക്കാൻ പറ്റുമോ അതാണ് സംഭവം. ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കുറച്ച് വീഡിയോസ് അവിടെയും ബുക്കും പാലും ഒക്കെ ഇല്ലാതൊക്കെയാണ് എടുത്ത് വെച്ചത്. കാരണം എനിക്ക് ഒട്ടും വയ്യ കേസ്, എൻ്റെ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ട്രിപ്പുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ കല്യാണമാണ്. ആ ട്രിപ്പ് പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങി വിച്ചു എന്നാ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. പടിവാളി വീണ്ടും കണ്ടില്ല. നമ്മൾ ഒരു വയലോരം കുറച്ച് ബാക്കിൽ നമുക്ക് ഇതിന് വഴി നേരെ പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നേരെ പോകാൻ പറ്റില്ല, അവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്. പക്ഷെ അവിടെ കഷ്ടപ്പെട്ടേ വണ്ടി തിരിക്കാൻ പറ്റും. ഫുള്ള് വള്ളിയായിട്ടുള്ളൊരു ഇതാണ്. അവിടെയുള്ള വണ്ടി അവിടെ കുറേ കാറ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വലിച്ച് മാറ്റിയിട്ട് തിരിക്കണം. അതാണ് ഒരു രക്ഷയും. മച്ചമ്പര നമ്മളങ്ങനെ ഒരുവിധം വണ്ടി ഇവിടെ അവിടെയൊക്കെ ഇട്ടിട്ട് തിരിച്ച് സെറ്റാക്കി നമ്മൾ ചെറുക്കനെ കൊണ്ട് നിർത്തിക്കണം. എന്ത് രസമെന്ന് പറയും നമ്മുടെ മുത്തിനെ കാണാനായിട്ട്. റോഡിലോട്ട് കാർ കിടക്കുന്നില്ല, റോഡിലോട്ട് കാണാൻ വേണ്ടി ഇരിച്ചത്. ഇവിടെ മൊത്തം തള്ളക്കുളിമ്പ് വെള്ളമൊക്കെ ആയിരുന്നു. ഒരു കാറ് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് അവൻ്റെ വായിങ്ങനെ മൊത്തം ചീത്തൻ നമ്മൾ കെട്ടി. അല്ലേ റിച്ചു? എന്നെയല്ലേ വിളിച്ച റിച്ചുനെ വിളിച്ച സത്യം പറഞ്ഞു. എന്നെ അല്ല എന്തിനൊന്ന് വണ്ടി കണ്ട് എന്താ കാണിക്കണേ എന്നൊരു ചീത്ത ഞാൻ പറഞ്ഞ് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട വണ്ടി വളക്കില്ലേ, കാറൊന്നും അല്ലല്ലേ. അപ്പോൾ പുള്ളി എന്ത് പറയാ, പുള്ളി വണ്ടി എന്നെ ഇടിക്കാനൊക്കെ നോക്കി. ലാസ്റ്റ് അങ്ങനെ നമ്മള് രാത്രി ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്ന് എൻ്റെ ഭാര്യ ഇതായിരിക്കുന്നു.
എൻ്റെ അമ്മതായിരിക്കുന്നു, നമ്മുടെ സിസ്റ്ററായിരിക്കുന്നു, പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ 3 പേരും കൊണ്ട് മന്തി വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. മന്തി 5 പേര്, 4 പേരും കൂടെ മന്തി വാങ്ങാൻ വേണ്ടി പോകും. ആര് എങ്ങനെയുണ്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? എന്റെ ജീവിതത്തില് വലിയൊരു ആഗ്രഹമാണ് എന്റെ മക്കളെ കൂടെ ബസിന്റെ ഫ്രണ്ടിൽ ഒന്ന് യാത്ര ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്ത് യാത്ര ചെയ്യണം താങ്ങാൻ പറ്റും.